ഇനി ഇതിൽ നമുക്ക് റിപ്പോർട്ട്സിൽ തന്നെ നമുക്ക് മെയിനായിട്ടുള്ള റിപ്പോർട്ടാണ് ടാക്സിൻ്റെ റിപ്പോർട്ട്. ഇത് നമുക്ക് എപ്പോഴും ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ മന്ത്ലി ആൾക്കാർ ടാക്സ് അടക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ ക്വാർട്ടർലി, അതായത് 3 മാസം കൂടുമ്പോൾ അടക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ടാക്സ് ഇപ്പോൾ നമ്മൾ ഈ സെയിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ടാക്സ് കാൽക്കുലേഷൻ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് അത് കൊടുക്കുക. ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെയുള്ള ടാക്സ്. ഇപ്പോൾ നിങ്ങളൊരു 3 മാസത്തെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്നിട്ട് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ടാക്സ്, നമ്മൾ പർച്ചേസ് ടാക്സ് എത്ര ഉണ്ട്, സെയിൽ ടാക്സ് എത്ര ഉണ്ട്, ഇപ്പോൾ ഇതാണ് ടാക്സ് റിപ്പോർട്ടായിട്ട് ഉണ്ടാവുക. നിങ്ങൾ ഇത്രയാണ് അടക്കേണ്ടി വരിക, ഇവിടെയാണ് ആ അടക്കേണ്ട എമൗണ്ട് വരിക. അതായത് നമ്മൾ പ്രോഫിറ്റിൻ്റെ 15% നമ്മൾ അടക്കുക. നമ്മളിപ്പോൾ 50,000 പർച്ചേസ് ചെയ്ത് 60,000 സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 1,500 റിയാലാണ് നമുക്ക് ടാക്സ് ആയിട്ട് വരിക. അതായത് ആ 10,000 ടാക്സാണ് വരിക. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൻ്റെ ഇടയിൽ. സെയിൽ ടാക്സ്, അതായത് സെയിലിൽ എത്ര ടാക്സ് വന്നിട്ടുണ്ട്, അതിലെത്ര റിട്ടേൺ കൊടുത്തതിൻ്റെ ടാക്സ് മൈനസ് ചെയ്യും, അതേപോലെ തന്നെ പർച്ചേസിൻ്റെ ടാക്സ് മൈനസ് ചെയ്യും, പിന്നെ സെയിൽ ടാക്സ് അതിൻ്റെ പെർസെൻറ്റേജ്, പിന്നെ അതിൻ്റെ റിട്ടേണിൻ്റെ പെർസെൻറ്റേജ്, പർച്ചേസിൻ്റെ പെർസെൻറ്റേജ്. മൊത്തത്തിൽ ഈ ഭാഗത്താണ് അതിൻ്റെത് ടോട്ടൽ നമ്മൾ അടക്കേണ്ട എമൗണ്ട് വരിക.